ഇങ്ങനെയാണോ പോലീസ് ഒരു സമരത്തോട് പ്രതികരിക്കേണ്ടത്? അല്ലെങ്കിൽ സമരത്തെ അടിച്ചമർത്തണം എന്നുള്ളതല്ല, പക്ഷേ കുഞ്ഞുങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പോലീസിന് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ലേ? അനുരാഗ് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ആ എറിഞ്ഞ പാത്രം ഏതെങ്കിലും കുഞ്ഞുങ്ങളുടെ മുഖത്തായിരുന്നു അല്ലെങ്കിൽ നേത്തായിരുന്നു വീണതെങ്കിൽ ആ കെട്ടിടം ഇടിഞ്ഞു വീണതിനേക്കാൾ വലിയ അപകടമാവുകയുണ്ടായിരുന്നില്ലേ അത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. എന്തായാലും പ്രവർത്തകർ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. പേരിന് മാത്രമാണ് അവിടെ പോലീസ് ഉള്ളത്. മാതാപിതാക്കൾ ഇപ്പോൾ വിദ്യാർത്ഥികളെ മടക്കിക്കൊണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അനുരാഗ്, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ സ്കൂള് ഇന്നിനിപ്പോൾ അവധി കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടോ? എന്താണ് അധികൃതർ എടുത്തിരിക്കുന്ന തീരുമാനമെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കാരണം ഈ സംഘർഷാവസ്ഥയ്ക്ക് ഇവിടെ ഒരു അയവും വന്നിട്ടില്ല. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നീക്കം നടത്തുമ്പോഴും അത് പോലീസിനെ കൊണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇത്രത്തോളം പ്രവർത്തകരെ ആ പോലീസ് വാഹനത്തിൽ ഒരാളെ പോലും ഇതുവരെ അകത്തേക്ക് കയറ്റാൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത്രത്തോളം വലിയ ബസ്സും പ്രവർത്തകരും ഈ ബസ്സിന് സമീപത്തായി ഉണ്ട്. പക്ഷേ പോലീസുകാരെ കൊണ്ട് ഒരു പ്രവർത്തകനെ പോലും അകത്തേക്ക് കയറ്റാൻ സാധിക്കുന്നില്ല. അനുനയിപ്പിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ പ്രവർത്തകർ അതിന് തയ്യാറാകാത്ത കാഴ്ചയാണ്. സമാന്തരമായി ഈ ഗേറ്റിന് പുറത്തും ഒരുപാട് ആളുകൾ തടിച്ചുകൂടി നിൽപ്പുണ്ട്. അതിൽ രക്ഷകർത്താക്കളുണ്ട്, പ്രവർത്തകരുണ്ട്, മറ്റ് പാർട്ടി പ്രവർത്തകരുണ്ട്, എല്ലാവരുമുണ്ട്. അങ്ങനെ സംയുക്തമായി ഒരു വലിയ ജനക്കൂട്ടം തന്നെ ഈ കാർത്തികപ്പള്ളി സ്കൂളിൻ്റെ പരിസരത്തുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ ബസ്സുണ്ടെങ്കിലും ഈ 49 സീറ്റുള്ള ബസ്സിൽ ഈ എത്രത്തോളം പോലീസുകാർ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം. അതിൽ 5 സീറ്റിൽ തികച്ചിരിക്കാനുള്ള പോലീസുകാർ ഇവിടെ എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ചോദ്യമായി തന്നെ നിലനിൽക്കുകയാണ്. കാരണം ഈ ബസ്സിൽ ഏകദേശം 49 സീറ്റോളം ഉണ്ട്. പക്ഷേ ഇതിൽ മുൻവശത്തിരിക്കാൻ കഴിയുന്ന 5 സീറ്റിൽ അല്ലെങ്കിൽ ഒരു 6-7 സീറ്റിൽ പോലീസുകാർ മാത്രമാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ സംഘർഷാവസ്ഥയ്ക്ക് ഒരു അയവും വരുത്താൻ പോലീസിനെ കൊണ്ട് സാധിക്കാത്തത്. എന്തായാലും ഇത്രത്തോളം സമയമായിട്ടും ഈ സ്ഥലത്തേക്ക്, ഈ ഇത്രത്തോളം വലിയ സംഘർഷാവസ്ഥ നടന്ന ഈ സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ സമീപകാലത്ത് ആലപ്പുഴ ജില്ല കാണാത്ത ഒരു സമരത്തിലേക്ക്, അല്ലെങ്കിൽ ആ തരത്തിലുള്ള സാഹചര്യത്തിലേക്ക്, സംഘർഷാവസ്ഥയിലേക്ക്, ഒരു സ്കൂളിനകത്ത്, ഒരു UP സ്കൂളിനകത്തേക്ക് ചോരക്കളിയായിട്ട് പോലും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് ഇവിടെ എത്തിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും ഉള്ള പോലീസുകാർ വളരെ പണിപ്പെടുകയാണ്. പക്ഷേ ചിലർ കൈകെട്ടി നോക്കി നിൽക്കുന്ന സാഹചര്യവുമുണ്ട്. അതിനൊപ്പം സമാന്തരമായി ഈ വിദ്യാർത്ഥികൾ, കുട്ടികൾ, കുഞ്ഞു കുട്ടികൾ ക്ലാസ്സിനകത്ത് ഭയന്നിരിക്കുന്ന കാഴ്ച കൂടി ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർക്ക് ഉച്ചഭക്ഷണം കൊടുക്കാനുള്ള പാത്രം വരെ തള്ളി തകർത്തിരിക്കുന്നു. അവർക്ക് എങ്ങനെ ഉച്ചഭക്ഷണം കൊടുക്കും? അല്ലെങ്കിൽ ഈ സംഘർഷാവസ്ഥ ഇങ്ങനെ തുടരുകയാണെങ്കിൽ അവർ ഈ ക്ലാസ്സിനകത്ത് നിന്ന് പുറത്തേക്ക് കുട്ടികൾ സമീപകാലത്തൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടാകില്ല. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള പോലീസുകാർ പോലുമില്ല. പ്രവർത്തകർ അറസ്റ്റ് വരിക്കുന്നതിന് വേണ്ടി അവിടെ കാത്തു നിൽക്കുകയാണ് എന്നുള്ളതാണ് തോന്നുന്നത്. എന്തായാലും പോലീസ് നിഷ്ക്രിയമായി നിന്നതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു സംഘർഷം ഉണ്ടായത്. ആദ്യം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അതിനകത്തേക്ക് കയറ്റി വിട്ടപ്പോൾ തന്നെ പ്രശ്നമുണ്ടായി. പിന്നീട് CPIM പ്രവർത്തകരും അവിടെ സംഘടിച്ചെത്തി. ഇരു വിഭാഗങ്ങളും തമ്മിൽ തല്ലുണ്ടായി. അങ്ങനെ ഒരു മാധ്യമ പ്രവർത്തകന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും പരിക്കേറ്റു, CPIMകാർക്കും പരിക്കേറ്റു. അതിനുശേഷവും അവിടെ സമരം തുടരുന്ന ഒരു പശ്ചാത്തലമാണ് ഉണ്ടായത്. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അനുരാഗെ എന്ന് വ്യക്തമാക്കാമോ? നമുക്കിപ്പോൾ ഇപ്പോൾ KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ചേരുകയാണ്. ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമാണ്. ഉത്തരവാദിത്തപ്പെട്ട ഒരു വിദ്യാർത്ഥി സംഘടനയാണ്. ഒരു സ്കൂളിനകത്ത്, ഒരു UP സ്കൂളിനകത്ത് ഇങ്ങനെ ഒരു ചോരക്കളി നടത്താൻ എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് സാധിക്കുന്നത്? ഇത് ഞങ്ങൾ നടത്തിയിരിക്കുന്നത് ചോരക്കളിയല്ല. ജനാധിപത്യപരമായി സമരം ചെയ്യുവാനും പ്രതിഷേധിക്കുവാനുള്ള അവകാശം ഭരണഘടനാപരമായി ഈ രാജ്യത്തെ ഓരോ പൗരന്മാർക്കുമുണ്ട്, ഓരോ രാഷ്ട്രീയ സംഘടനകൾക്കുമുണ്ട്. എതിർ ഭാഗത്തു നിന്ന് ഒരു പ്രകോപനം ഉണ്ടായാൽ, ഞാൻ അതാണ് സൂചിപ്പിക്കുന്നത്, ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു വിദ്യാർത്ഥി സംഘടനയാണ്. സ്കൂളിനകത്ത് ഇത്രയും ചുറ്റുപാടും കുട്ടികൾ നോക്കി നിൽക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് സംയമനം പാലിച്ചത് നിയമപരമായി നേരിടാൻ സാധിക്കില്ലായിരുന്നു. അല്ലെങ്കിൽ ഇത്രത്തോളം പാത്രങ്ങളും കസേരകളും വലിച്ചെറിയണമായിരുന്നു. ഈ ഒരു പാത്രം, ഇതിലൊരു പാത്രം അല്ലെങ്കിൽ ഒരു കസേര ഈ ക്ലാസ് മുറിയിലേക്ക് പോയി ഒരു കുട്ടിയുടെ നെറ്റിയിൽ നിന്ന് ഒരു മൊട്ടുസൂചി കുത്തിയ ചോര പൊടിഞ്ഞിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ഇതിലെ തിരിച്ച് നമുക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, ഈ ഉദ്ഘാടന മാമാങ്കത്തിന് വേണ്ടി പുതിയ കെട്ടിടം അടച്ചിരുന്നു. ഇന്നലെ ഇവിടെ ക്ലാസ് നടക്കുന്ന ദിവസമായിരുന്നെങ്കിൽ എത്ര കുട്ടികൾക്ക് പരിക്കുണ്ടാകുമായിരുന്നു? അതിനെക്കുറിച്ചുള്ള ആശങ്കകൾ ആരും പറഞ്ഞു? ഈ സ്കൂളിന്റെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ഏതാണ് ഈ സ്കൂളിന്റെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? സ്കൂളിന്റെ പ്രവേശനോത്സവത്തിന്റെ കാര്യമല്ല നമ്മൾ പറയുന്നത്. ഇവിടെ സ്ഥലം MLAയും ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിയെയും ലാക്കാക്കി CPMന്റെയും BJPയുടെയും ചില അജണ്ടകൾ ഇവിടെ വെച്ച് പുലർത്തുന്നുണ്ട്. അതിനെ തുടർന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ താങ്കൾ ചോദിച്ചിരിക്കുന്നത്. ഇത് ന്യായമായി വിദ്യാഭ്യാസ വകുപ്പാണ് ചെയ്യേണ്ടത്. വിദ്യാഭ്യാസ വകുപ്പാണ് ഇതിൽ ഉത്തരവാദിത്വം. ഇവിടെ ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ ആ സമരത്തെ ന്യായമായ രീതിയിലാണ് പോലീസ് നേരിടേണ്ടത്. പക്ഷേ അതിനുള്ള യാതൊരുവിധ മുന്നൊരുക്കങ്ങളും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ്
അതുകൊണ്ടാണ് ഈ സമരം ഇങ്ങനെ പോയത്. അതുകൊണ്ട് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പോലീസിനാണ്. പുറത്ത് സംഘടിച്ച് നിൽക്കുന്ന CPM-ന്റെയും BJP-യുടെയും ഗുണ്ടകളാണ് ഈ സമരം ഈ കാണുന്ന രീതിയിലേക്ക് മാറ്റിയത്. അല്ലാതെ യൂത്ത് കോൺഗ്രസോ KSUവോ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു തരത്തിലും പെരുമാറിയിട്ടില്ല. ഈ ഇവിടെ ഉണ്ടായ സംഭവം, മേൽക്കൂര തകർന്നു വീണ സംഭവം ഗൗരവതരം തന്നെയാണ്. അതിൽ പ്രതിഷേധം ഉയരണം എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ UP സ്കൂളാണ്, കുഞ്ഞു കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. ഇത്രത്തോളം ഇരമ്പിക്കൊണ്ട് നിങ്ങൾ ഗേറ്റ് ചവിട്ടി തുറന്ന് അകത്തേക്ക് കയറി ഈ പോകുമ്പോൾ കുട്ടികൾ ഭയക്കുമോ ഇല്ലയോ? അത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ കുഞ്ഞു പിള്ളേരെ പഠിക്കുന്ന പ്രതിഷേധാർഹമാണ്. അങ്ങനെയുള്ള കുഞ്ഞു പിള്ളേർ പഠിക്കുന്ന സ്കൂൾ ഇന്ന് പ്രവർത്തിച്ചത് ശരിയാണോ? ഇത്രയും ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയം ഇവിടെ ഉണ്ടായിട്ട് ഇന്ന് ഈ സ്കൂൾ പ്രവർത്തിച്ചത് ഗൗരവമായിട്ടുള്ള വിഷയമാണ്. അതിനെയാണ് KSU യൂത്ത് കോൺഗ്രസ് ഇവിടെ എതിർത്തത്. പിന്നെ ഇവിടെ ഞങ്ങളെ തല്ലാനായിട്ട് ഇവിടെ വന്നത് പോലീസുകാരല്ല, CPM-ന്റെ അടക്കം ബ്രാഞ്ച് സെക്രട്ടറിയും CPM-ന്റെ വാർഡ് മെമ്പറും അടക്കമുള്ളവരാണ് ഞങ്ങളെ അടിച്ചമർത്താനും ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരുത്തൻ്റെ തല പൊട്ടിച്ചതും നിങ്ങളുടെ കൂട്ടത്തിലെ മാധ്യമ പ്രവർത്തകരെ അടിച്ചത് ഇവിടുത്തെ CPM-കാരാ. അതിലെന്താ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാനില്ലേ? ഇവിടെ ഇപ്പം ഞങ്ങളെ അടിക്കാനായിട്ട് തമ്പ് കെട്ടിയ പുറത്ത് നിൽക്കുന്നത് CPM-കാരാ. ഇതിനകത്ത് പ്രതിഷേധമില്ലേ? എന്തായാലും അവർ നടത്തുന്ന പ്രതിഷേധത്തെ അല്ലെങ്കിൽ അവർ ചെയ്ത ഒന്നിനെയും അവർ തള്ളിപ്പറയുന്നില്ല, എല്ലാം ന്യായീകരിക്കുകയാണ്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ പ്രതിഷേധം അനിവാര്യമാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സ്കൂളിൽ, UP സ്കൂളിൽ ഇത്തരത്തിൽ ഒരു പ്രതിഷേധം വേണമോ, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു വിദ്യാർത്ഥി സംഘടന ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്ന ചോദ്യത്തിനൊന്നും അവർക്ക് വ്യക്തമായ മറുപടിയില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് കാണാം, ഗേറ്റിന് പുറത്ത് അവർ ആരോപിച്ചതുപോലെ തന്നെ ആളുകൾ കൂടി നിൽപ്പുണ്ട്. ഇതിൽ പാർട്ടി പ്രവർത്തകരുണ്ടാകാം, അല്ലെങ്കിൽ രക്ഷകർത്താക്കൾ ഉണ്ടാകാം എന്നുള്ളതാണ്. രക്ഷകർത്താക്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലരും ആ സമയത്ത് അകത്തേക്ക് കയറി തങ്ങളുടെ കുട്ടികളെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് വിളിച്ചുകൊണ്ടുപോകാൻ എത്തിയിട്ടുണ്ടായിരുന്നു. അതിനൊപ്പം ഇവർ ആരോപിക്കുന്നത് പോലെ പാർട്ടി പ്രവർത്തകരും ഉണ്ടാകാം എന്നുള്ളത് തന്നെയാണ്. കാരണം അത്രത്തോളമുള്ള സംഘർഷമാണ് അകത്ത് ഉണ്ടായത്. അതിന് സമാന്തരമായി തന്നെ ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും ഗേറ്റിൽ നോക്കുക, എത്രത്തോളം ആളുകൾ പുറത്തുണ്ടെന്നും എത്ര പോലീസുകാർ അതിന് മുന്നിൽ ഉണ്ട് എന്നുള്ളത് നോക്കുക. ഈ ആളുകൾ ഒറ്റക്കെട്ടായി ഒന്ന് തള്ളിയാൽ ഈ ഗേറ്റ് മറിഞ്ഞു വീഴാവുന്നതേ ഉള്ളൂ. അതിന് മുന്നിലുള്ള ഈ 4 പോലീസ് ഉദ്യോഗസ്ഥർ, ഇപ്പോൾ ഉള്ളത് വെറും 4 പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ്. ഈ ആളുകൾ ഒന്ന് പ്രകോപിതരായാൽ ഈ 4 പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് മാത്രം ഇവരെ തടഞ്ഞു നിർത്താനാകുമോ എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും ഇപ്പോൾ പോലീസ് വാഹനത്തിലേക്ക് നോക്കുക. ഇവിടെ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. പ്രവർത്തകരെ വാഹനത്തിനുള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോഴും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരൊന്നും എത്തിയിട്ടില്ല. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ് അനുനയിപ്പിച്ചാണ് ഈ പ്രവർത്തകരെ അനുസരിപ്പിച്ചാണ് ഇപ്പോൾ അകത്തേക്ക് കയറ്റിയിരിക്കുന്നത്. കാരണം ബലം പ്രയോഗിച്ച് കയറ്റാനുള്ള പോലീസ് വിന്യാസമൊന്നും ഇവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സംഭവ വികാസങ്ങളിലേക്ക് ഈ ആലപ്പുഴ ഗ്രാമം കടന്നിരിക്കുകയാണ്. ഒരു കാർത്തികപ്പള്ളി ഗവൺമെൻറ് UP സ്കൂളിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറിയിരിക്കുന്നത്. എന്തായാലും ഈ അറസ്റ്റ് ചെയ്ത പ്രവർത്തകരുമായി പോലീസ് വാഹനം പുറത്തേക്ക് പോവുകയാണ്. ഈ സമയം പുറത്ത് തമ്പടിച്ചിരിക്കുന്ന മറ്റ് പാർട്ടി പ്രവർത്തകർ, CPM പ്രവർത്തകരുണ്ടെങ്കിൽ അവർ വലിയ പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത്. ആലപ്പുഴയിൽ മേൽക്കൂര ഇടിഞ്ഞു വീണ കാർത്തികപ്പള്ളി സ്കൂളിലാണ് വലിയ തരത്തിൽ പ്രതിഷേധം നടക്കുന്നത്. SFI, KSU, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെല്ലാം അവിടേക്ക് എത്തി വലിയ തരത്തിലുള്ള പ്രതിഷേധം നടക്കുന്നു. നിരവധി പ്രവർത്തകരെ, KSU, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ആ ഒരു കാഴ്ചയും കൂടിയുണ്ട്. കൃത്യമായും അവരോട് എന്തിനാണ് ഇത്തരത്തിൽ ഈ സ്കൂളിലെ സാമഗ്രികളെല്ലാം നശിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രതിഷേധം നടത്തുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിനൊന്നും മറുപടിയില്ല. എന്നാൽ തങ്ങൾ പ്രതിഷേധം നടത്തുകയാണ്, സ്കൂളിൽ വലിയ തരത്തിലുള്ള അനാസ്ഥയുണ്ട് സ്കൂളിൻ്റെ പ്രവർത്തനത്തിൽ എന്നാരോപിച്ചാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധം. സ്കൂളിലെ കസേരകളും പാത്രങ്ങളും അടക്കം വലിച്ചെറിഞ്ഞാണ് ഈ ഒരു പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. നിരവധി മാധ്യമപ്രവർത്തകർക്ക് അടക്കം ആളുകൾക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം കൂടി, അത്തരം കാഴ്ച കൂടി വലിയ തരത്തിലുള്ള സംഘർഷത്തിലേക്ക് തന്നെ നീങ്ങിയിരിക്കുന്നു കാർത്തികപ്പള്ളി സ്കൂളിലെ പ്രതിഷേധം എന്നുള്ളതാണ്. ഇന്നലെ മേൽക്കൂര തകർന്നു വീണതിനെ തുടർന്നാണ് സ്കൂളിൽ ഇത്തരത്തിൽ പ്രതിഷേധം കനക്കുകയും കടുക്കുകയും ചെയ്തത്.